കുമ്പളങ്ങി അറക്കൽ ശ്രീ ദുർഗാദേവി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവതി സേവ 2025 മെയ് 16 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 നടക്കും. ശബരിമല മുൻ മേൽശാന്തി ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഭഗവതി സേവ നടക്കുന്നത്. ഭക്തജനങ്ങൾ ഭഗവതി സേവയിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൈതൃക ചരിത്രവുമായി കൊച്ചി ടൂറിസ്റ്റുകളുടെ മുഖ്യ ആകർഷണ കേന്ദ്രമാണെന്ന് ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്ത് നിന്ന് തന്നെ നിരവധി ടൂറിസ്റ്റുകൾ കടന്നുവരുന്ന കൊച്ചി വിദേശ ആഭ്യന്തര സഞ്ചാരികളുടെ ഇഷ്ട ഇടമായി മാറിക്കഴിഞ്ഞുവെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും പൈതൃക ഇടങ്ങളുടെ GIS അധിഷ്ഠിതമായ മാപ്പിംഗ് പദ്ധതി വെബ്സൈറ്റ് ഉദ്ഘാടനവും പഠനരേഖ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മട്ടാഞ്ചേരിയിലെയും പൈതൃക ഇടങ്ങളുടെ GIS അധിഷ്ഠിത മാപ്പിംഗ് പദ്ധതി വെബ്സൈറ്റ് ഉദ്ഘാടനം പഠന രേഖാ പ്രകാശനവും വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്. വിശാല കൊച്ചി വികസന അതോറിറ്റി വളരെ മാതൃകാപരമായി ഇടപെട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇവിടെ ഞാൻ വളരെ ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് ഇനിയും സംസാരിക്കാനുണ്ട്. വളരെ ശ്രദ്ധേയമായൊരു പദ്ധതിയാണിത്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നമ്പർ സഞ്ചാരികൾ കടന്നു വരുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് കൊച്ചി. ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും എല്ലാം ഉൾപ്പെടുന്ന കൊച്ചി ഫോറിൻ ടൂറിസ്റ്റുകളുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. വിദേശ ആഭ്യന്തര സഞ്ചാരികളുടെ ഇഷ്ട ഇടമായി പൊതുവെ ഈ പ്രദേശങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഈ പ്രദേശങ്ങളിലെ പൈതൃക ഇടങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പ്രധാന ആകർഷണത്തെ നാം തിരിച്ചറിയുന്നു. യൂറോപ്യൻ വാസ്തുവിദ്യയിൽ തീർത്ത നിർമ്മിതികൾ അത് ചരിത്രപരമായും ഒട്ടേറെ പ്രസിദ്ധമാണ് എന്നുള്ളത് നമുക്കറിയാം. ഏറെ പ്രസിദ്ധമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. മട്ടാഞ്ചേരി കൊട്ടാരവും തെരുവും സിനഗോഗും ഡച്ച് സെമിത്തേരിയും വാസ്കോ ഹൗസും സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ചീനവലകളുമെല്ലാം ഇവിടുത്തെ പൈതൃക സമ്പത്താണ്. സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന പൈതൃക ഇടങ്ങളാണ് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും മുഖ്യ ആകർഷണം. യൂറോപ്യൻ വാസ്തുവിദ്യയിൽ തീർത്ത അനവധി സ്ഥലങ്ങൾ കൊച്ചിയിൽ കാണാനാവും. ഇവ കാണാനും പഠിക്കാനും നിരവധി സഞ്ചാരികൾ ദിനംപ്രതി കൊച്ചിയിലെത്തുന്നുണ്ട്. ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി ലോകത്ത് എവിടെയിരുന്നും കൊച്ചിയുടെ എല്ലാ പ്രത്യേകതകളും തിരിച്ചറിയാനുള്ള സംവിധാനമാണ് GCDയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു ട്രെൻഡാണ് കോവിഡിന് ശേഷം കണ്ടുവരുന്നത്. പൈതൃക ടൂറിസത്തിന്റെ സ്ഥലങ്ങൾ പരിശോധിച്ചാൽ എല്ലാത്തിനും ഓരോ കഥ പറയാനുണ്ടാവും. ചരിത്രപരമായ അറിവുകൾ പങ്കുവയ്ക്കാനുണ്ട്. ഇവയെല്ലാം ഒരു കാലത്തെ സംസ്കാരത്തെ അടയാളപ്പെടുത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചി ലോകത്തിന്റെ പരിച്ഛേദമാണെന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് പറഞ്ഞു. അനവധി വൈവിധ്യങ്ങളും ചരിത്രങ്ങളും നിറഞ്ഞതാണ് കൊച്ചി. കൊച്ചിയുടെ വൈവിധ്യങ്ങൾ ഇഴചേർന്നു പോകുന്ന ചരിത്ര മുഹൂർത്തങ്ങളെയാണ് GCDയുടെ നേതൃത്വത്തിൽ മികച്ച രീതിയിൽ നടപ്പിലാക്കിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ മുഖ്യ ഗവേഷകനായ ബോണി തോമസ്, വെബ്സൈറ്റ് തയ്യാറാക്കിയ സെൻട്രോം ക്രിയേറ്റീവ് ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് CEO VK നിവിൽ എന്നിവരെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉപഹാരം നൽകി ആദരിച്ചു. ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും പൈതൃക ഇടങ്ങൾ GIS സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാപ്പ് ചെയ്യുന്നതിനായി GCD വിഭാവനം ചെയ്ത ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും പൈതൃക ഇടങ്ങളുടെ GIS അധിഷ്ഠിത മാപ്പിംഗിലൂടെയാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയിലെ പൈതൃക ഇടങ്ങളുടെ GIS ഡാറ്റാബേസ് തയ്യാറാക്കുകയും ഈ ഇടങ്ങൾ സംരക്ഷിക്കുന്നതിനും വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. എറണാകുളം TDM ഹാളിൽ നടന്ന പരിപാടിയിൽ GCD ചെയർമാൻ K ചന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു. കൊച്ചി നഗരസഭ മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഇങ്ങനെ ഒരു പദ്ധതി മുൻകൈയെടുത്ത് കൊണ്ടുവന്ന് നടപ്പിലാക്കിയതിന് പിന്നിൽ ഏറ്റവും വലിയ താല്പര്യം കാണിച്ച GCDA ചെയർമാനെ ആത്മാർത്ഥമായി കൊച്ചി നഗരത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. ബോണി തോമസ് എക്കണോമിക് ടൈംസിൽ ജോലി ചെയ്തു എന്നും അതിനുശേഷം ഇവിടെ വന്ന് ഇങ്ങനെ പല പ്രവർത്തനങ്ങളും ഏറ്റെടുത്തതാണ് എന്നുമുള്ള കാര്യം എല്ലാവരെയും അറിയിക്കാൻ ശ്രീ ബോണി തോമസിന് ഈ പൈതൃക സ്ഥലങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വന്നു എന്നത് ഇന്ന് ശ്രീ P രാജീവിൻ്റെ പ്രഭാഷണത്തിൽ നമുക്ക് മനസ്സിലായി. അപ്പോൾ താങ്കൾ തിരിച്ചു കൊച്ചിയിലേക്ക് വന്നപ്പോൾ നടത്തിയ സേവനങ്ങളെല്ലാം ഏറ്റവും മൗലികമായ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചത്. TJ വിനോദ് MLA, ജില്ലാ കളക്ടർ NSK ഉമേഷ്, GCDA ടൗൺ പ്ലാനിംഗ് ഓഫീസർ O ശ്രീകാന്ത്, GCD എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം AB സാബു,
ജില്ലാ പഞ്ചായത്ത് അംഗം എ സനൽകുമാർ, പദ്ധതിയിലെ മുഖ്യ ഗവേഷകൻ ബോണി തോമസ്, GCDA സെക്രട്ടറി ഇന്ദു വിജയനാഥ്, ചരിത്രകാരൻ ഡോക്ടർ PK മൈക്കിൾ തരകൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.